It's been an absolute privilege and honor to watch Parvati and Urvashi on screen. ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഉള്ളൊഴുക്ക്, ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്ക്, ഗംഭീരം, ബ്യൂട്ടിഫുൾ, അപാരം. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉള്ള ഒരു കാലഘട്ടം. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. മഴയുടെയും വെള്ളത്തിൻ്റെയും ശബ്ദങ്ങൾ പടത്തിൽ ഉടനീളം. സൗണ്ട് റെക്കോർഡിംഗ് ബ്യൂട്ടിഫുൾ, സിനിമാറ്റോഗ്രഫി മനോഹരം, പെർഫോമൻസസ് പാർ എക്സലൻസ്. ക്രിസ്റ്റോ ടോമി നിങ്ങൾക്കറിയാമായിരിക്കും, നെറ്റ്ഫ്ലിക്സിലെ ഡോക്യുമെൻ്ററി ആയ ജോളി കേസിനെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെൻ്ററി എടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ്. ഇതിൽ ഓരോ കഥാപാത്രങ്ങളും ജീവിക്കുകയായിരുന്നു. ഓരോ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നടീനടന്മാർ ജീവിക്കുകയായിരുന്നു. അലൻസിയർ ആയാലും സിസ്റ്ററായിട്ട് വരുന്ന നടിയാണെങ്കിലും, സോറി അവരുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഉഗ്രൻ അഭിനയം. പക്ഷേ ഇതിൽ പറയേണ്ടത്, പെർഫോമൻസ് പറയുമ്പോൾ ഇതിൽ പറയേണ്ടത് പാർവതി ഉർവശി തന്നെയാണ്. മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്ന എനിക്ക് തോന്നും. അത്രയ്ക്ക് ആരാണ് കൂടുതൽ മികവുറ്റതെന്ന് പറയാൻ പാടാണ്. ഉർവശിയും പാർവതിയും ഓരോ സീനിലും അവരുടെ ഏറ്റവും മികച്ച അഭിനയങ്ങളിൽ ഒന്ന് കാഴ്ചവെച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള സീൻസ് ഹൃദയഭേദകവും അതേസമയം ആശ്ചര്യജനകവുമാണ്. ഒരാൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ തോന്നിപ്പോകും. പക്ഷെ അതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴാണ്, നമ്മൾ ആ മൂവിയെ കുറിച്ച് ആലോചിച്ച് വീണ്ടും നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴാണ് അതൊക്കെ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ അത് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അഞ്ജുവും ലീലാമ്മയും ആ വീടും അല്ലെ രഹസ്യങ്ങളും ആ ഹെൽപ്ലെസ്നെസ്സും മാത്രമേ നമുക്ക് തോന്നും. പാർവതി ആ ഒരു നിസ്സഹായാവസ്ഥ വളരെ മനോഹരമായി കാഴ്ചവെച്ചിട്ടുണ്ട്. ഗംഭീരം, വേൾഡ് ക്ലാസ് പെർഫോമൻസ് ബൈ ഈച്ച് ആൻഡ് എവ്രി വൺ ഓൺ സ്ക്രീൻ. അതിൽ സംവിധായകൻ ക്രിസ്റ്റോ ടോമിയെ തന്നെ അഭിനന്ദിക്കേണ്ടി വരും. ആ രീതിയിലാണ് പുള്ളി ഓരോരുത്തരെയും കാഴ്ചവെച്ചിരിക്കുന്നതും ഓരോരുത്തരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നതും. പിന്നീട് പ്രവർത്തകർക്ക് പോലും ആ പടം നല്ലപോലെ മനസ്സിലാകും, നല്ലപോലെ അറിഞ്ഞിട്ട് തന്നെയാണ് അത് ചെയ്തത് എന്ന് നമുക്ക് തോന്നിപ്പോകും. സിനിമാറ്റോഗ്രഫി പറയുമ്പോൾ ക്യാമറ എന്ന് വെച്ചാൽ ഭയങ്കര ഗംഭീര, നമ്മൾ വാവ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ക്യാമറ അല്ല. ഇത് പടത്തിന് ആവശ്യമായ സിനിമാറ്റോഗ്രഫിയാണ് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഫ്രെയിംസും അതിൻ്റെ ഓരോരോ ആ വള്ളത്തിൽ പോകുന്ന സീൻസ് ആയാലും ഒക്കെ ഗംഭീരമാണെന്ന് വെച്ചാൽ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. രക്ഷയില്ല, അതായത് വാക്കുകൾ കിട്ടുന്നില്ല. അത് നമ്മൾ വീണ്ടും വെറുതെ അഡ്ജക്റ്റീവ്സ് വെറുതെ ഉപയോഗിക്കാം. ഗംഭീരം, മനോഹരം, തീവ്രം എന്നൊക്കെ ഉപയോഗിക്കാം എന്നല്ലാതെ വാക്കുകൾ കൊണ്ട് പറയാൻ ബുദ്ധിമുട്ടാണ്, ഡിസ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കണ്ട് തന്നെ അറിയുന്നതായിരിക്കും നല്ലത്. ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ വെടികൊണ്ട് കണക്ക് നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ തറയ്ക്കുന്ന കണക്കുള്ള സംഭാഷണങ്ങൾ. അത്ര കുറുക്കുകൊള്ളുന്ന, മനുഷ്യനെ അലട്ടുന്ന, വേദനിപ്പിക്കുന്ന, ഹൃദയത്തിൽ തട്ടുന്ന കണക്കുള്ള ഡയലോഗ്സ്. ഒരു വിങ്ങലോടുകൂടി അല്ലാതെ, ഒരു ഗദ്ഗതത്തോടു കൂടി അല്ലാതെ ഈ പടം കണ്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും മരണം അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിയോഗം, നഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ കുഴപ്പത്തിലാക്കുന്ന, സങ്കടത്തിലാക്കുന്ന, വേദനയോടുകൂടി മാത്രമേ ഈ പടം കാണാൻ പറ്റൂ. അങ്ങനെ ഈ പടം വളരെ ഇൻറ്റൻസാണ്. അതുകൊണ്ട് എനിക്ക് തോന്നി ഇൻ്റർവെൽ വേണ്ടായിരുന്നു എന്ന് പോലും തോന്നി. അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള, ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു പടം. ഇതിനെ എങ്ങനെ വർണ്ണിക്കണമെന്ന് ഞാൻ കുറേ ആലോചിച്ചു. പാടാണ്, വാക്കുകളിലൂടെ ഇത് അറിയിക്കാൻ പാടാണ്. ഇതൊരു അനുഭവമായിരുന്നു, ഇതൊരു എക്സ്പീരിയൻസ്. ടോണി സ്ക്രൂവാലയുടെ പ്രൊഡക്ഷനാണ്, RSVP പ്രൊഡക്ഷൻ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുഷിൻ ശ്യാമാണ്. ഭയങ്കര ലയിച്ച് ഇരിക്കുന്ന ഒരു സംഗീതം അതിനകത്ത് ഉണ്ടെന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഒരു പക്ഷേ. അത്രയ്ക്ക് സംഗീതം ലയിച്ചിരിക്കുന്ന ഒരു പടം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് ഗിമിക്സ് ഒന്നും
കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് സുഷിൻ ശ്യാം വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. ആ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അതാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സൗണ്ട് റെക്കോർഡിൻ്റെ കാര്യം പറഞ്ഞത്, ഇതിനകത്തൊരു സീനുണ്ട്, ഒരു ഒരു വളരെ സന്നിഗ്ധമായ വളരെ പോഗ്നൻ്റ് ആയിട്ടുള്ളൊരു സീൻ വരുമ്പോൾ ഒരു തീപ്പെട്ടി ഉരയ്ക്കുന്ന ഒരു സൗണ്ട് വരും. അതിൻ്റെ സൗണ്ട് നമ്മൾ ആദ്യം കേൾക്കുന്നത്, പിന്നീടാണ് വിഷ്വൽ വരുന്നത്. അത് ആ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, അത് എഡിറ്റ് ചെയ്തിരിക്കുന്ന മികവ്, വേൾഡ് ക്ലാസ്. ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻസോട് കൂടി തന്നെയാണ് പടം കാണാൻ പോയത്. എൻ്റെ എക്സ്പെക്ടേഷൻസിനെല്ലാം, എൻ്റെ പ്രതീക്ഷകളെല്ലാം മറികടന്നു ഈ മൂവി. And it's a brilliant piece of work. It's an exquisite piece of art. പാർവതിയും ഉർവശിയും, അഞ്ജുവും ലീലാമ്മയും. പാർവതി എവിടെ ആയിരുന്നു ഇത്രയും നാൾ? മലയാളത്തിന് നമുക്ക് മിസ്സായത് എന്താണെന്ന് പാർവതി ഇതിലൂടെ കാണിച്ചു തന്നു. ഈ പടം വേദനയിലൂടെ പോകുന്നൊരു പടമാണ്. പലരുടെയും പെർസ്പെക്റ്റീവ്സിൽ നിന്നുള്ള വേദന, ട്രോമ, നഷ്ടങ്ങളുടെ ദുഃഖങ്ങൾ, അതിലുപരി ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു വീട്. കാതലിന് ശേഷം ഞാൻ കണ്ട ഏറ്റവും നല്ല മലയാള സിനിമ. 5 stars out of 5 for Mr. Tommy's ഉള്ളൊഴുക്ക്. And a double clap for Urvashi and Parvati. It's been a privilege. Thanks for watching.